താങ്കളിലേക്ക് വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, എന്താണ് സംഭവിച്ചത് ഈ 2 ദിവസം കൊണ്ട്? സജി ചെറിയാൻ ഇന്നലെ ഈ കേക്കും മുന്തിരിവാറ്റും രോമാഞ്ചവും ഒക്കെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിലൊരു തിരുത്തൽ വരുത്തുമെന്ന ഒരു സൂചനയും നൽകിയിരുന്നില്ല. പക്ഷേ ഇരുട്ടി വെളുത്തപ്പോഴേക്കും കാര്യങ്ങളെല്ലാം മാറി മറിയുന്നതാണ് കണ്ടത്. എന്തായാലും സജി ചെറിയാൻ നിർബന്ധിതനാകുന്നതാണല്ലോ കണ്ടത് ഇങ്ങനെ ഒരു തിരുത്തൽ വരുത്തിയതോടുകൂടി. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിൽ വലിയൊരു യോജിപ്പിക്കാര്യത്തിൽ ഉണ്ടായി എന്നാണോ? അങ്ങനെ വരുമ്പോൾ എന്തോ കണ്ട് പേടിച്ചു പോയി CPM എന്നാണോ? അതെ, അങ്ങനല്ല. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തിരുത്തുന്നൊരു ഉറപ്പായിരുന്നു. എന്ത് തിരുത്തും? രോമാഞ്ചം, മുന്തിരി വാറ്റിയത്, പിന്നെന്താ കേക്ക്. ഈ 3 തിരുത്തുമെന്ന് ഉറപ്പായിരുന്നു. കാരണം അതൊരു അതിശയഭാഗമായ രീതിയിലായിപ്പോയി. പിന്നെ ഇവർക്ക് അച്ഛന്മാർക്ക് ആർക്ക് ഇതിനെ ഒന്നും അയച്ചു. ഇതൊക്കെ ഇഷ്ടംപോലെ കുട്ടിക്കാണൻ തൊട്ട് അയച്ചു വന്ന ആളുകളാണ്. ഇപ്പോൾ അതിൽ അവർക്കത് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒരു വലിയൊരു എന്താ പറയുക, അവരെ വികാരത്തെ ബിഷപ്പിൻ്റെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല പൊതുസമൂഹം അതായത് കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാം തന്നെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. ബാക്കി അതിൻ്റെ പൊളിറ്റിക്കൽ കണ്ടന്റ് തിരുത്തുക എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ തിരുത്താൻ അത് തിരുത്തില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചത്. അത് മന്ത്രി തിരുത്തിയിട്ടില്ല. ആ പൊളിറ്റിക്കൽ കണ്ടന്റ് തന്നെയാണ് ഈ അതിക്ഷേപങ്ങളില്ലാതെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അത് തിരുത്തിയിട്ടില്ല. ഇത് തിരുത്തും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം ഈ രീതിയിലല്ല നമ്മൾ അഭിവന്ദ്യരായിട്ടുള്ള ഒരു എന്താ പറയുക മതമേലധ്യക്ഷന്മാരെ പറ്റിയൊക്കെ നമ്മൾ പറയേണ്ടത്. നമ്മൾ കണ്ട അവരെ പറ്റി പോലല്ലേ, അവരെ പറ്റി പോലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലഘട്ടമാണ്. ആരാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഏറ്റവും കൂടുതൽ പറയുന്നത് നമുക്കറിയാം. അപ്പോൾ അത് തിരുത്തും, അത് തിരുത്തി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ കണ്ടന്റ് അതിനകത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് സജി ചെറിയാൻ അതിനകത്ത് ഒരു തിരുത്തൽ വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നേരത്തെ ഞാൻ ഫാദറിനോട് ചോദിച്ച അതേ കാര്യം തന്നെയാണല്ലേ, ഈ സംഘപരിവാറിന്റെ ആ ഒരു വലവീശലിൽ വീഴരുത് ക്രൈസ്തവ സമൂഹം, ആ ഒരു മുന്നറിയിപ്പ് CPM-ഉം ഇടതുപക്ഷവും നൽകുന്നു. അതായത് തങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് വെച്ച് ക്രൈസ്തവ സമൂഹം മുഴുവൻ ഇടതുപക്ഷത്തോടു കൂടി നിൽക്കുന്നു എന്നല്ല, പക്ഷേ അകന്നു പോകരുത്, ഉള്ളവർ കൂടി അകന്നു പോകരുത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പിണറായി വിജയന് 2ാമത്തെ അവസരം കിട്ടിയതൊക്കെ ക്രൈസ്തവ സഭകളുടെയും വിശ്വാസികളുടെയും ഒരു പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് അവരുടെ തന്നെ വിലയിരുത്തലിൽ വന്നതാണ്. അപ്പോൾ അത് അങ്ങനെ അങ്ങ് കൊഴിഞ്ഞു പോകരുത്. ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതുകൂടി ഇതിനകത്തുണ്ട്. അതാണല്ലോ ബേസിക് ആയിട്ട് വന്നിരിക്കുന്നത്. അതെ, ഒന്നാമത്തെ പിണറായി ഗവൺമെന്റിന് വലിയൊരു പരിധി വരെ ക്രൈസ്തവ സഭകളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പല മേഖലകളിലും. ഇപ്പം കോട്ടയത്തൊക്കെ പിന്നെ ഒരു പക്ഷേ UDF-ന് മേൽക്കൈ ഉണ്ടെങ്കിൽ പോലും പല മേഖലകളിലും മലബാറിലൊക്കെ പല സീറ്റുകളും ജയിക്കാൻ പറ്റിയത് ക്രൈസ്തവ സഭയുടെ കുടിയേറ്റ സമൂഹങ്ങളുടെ ശക്തമായിട്ടുള്ള പിന്തുണ ഉള്ളതുകൊണ്ടാണ്. അതൊരു ഗ്രാജുവലായിട്ട് വന്നു വെച്ചാൽ, ഞാൻ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയിട്ടുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കായൽ രാജാക്കന്മാർക്കെതിരെയുള്ള സമരത്തിൽ അപ്പുറത്ത് നിന്ന് മുരിക്കൻ ഫാമിലിയൊക്കെ ഈ പറയുന്ന ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ആ ഒരു എന്താണ് ഒരു ശത്രു എന്ന രീതി കണ്ടിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെ പറയുന്നത് മതമേലധ്യക്ഷന്മാരെല്ലാവരും കൂടിയിട്ട് മതനേതാക്കന്മാരെ ഒരു ഭൂതം വരുന്നു, യൂറോപ്പിനെ കമ്മ്യൂണിസ്റ്റ് എന്ന ഭൂതം പിടികൂടിയിരിക്കുന്നു എന്നുള്ള. അപ്പോൾ അതിൻ്റെ ആ ഒരു അണ്ടർ കറണ്ട്. പിന്നെ വിമോചന സമരം ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഗ്യാപ്പ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ബേസിക്കലി സോവിയറ്റ് റഷ്യക്കുള്ള സമയമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നിഷേധികളാണ്, അതുപോലെ തന്നെ മതനിഷേധികളാണെന്നൊരു ഫീലിംഗ് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നു. അത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി പറഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 70s 80s ഒക്കെ അല്ലെങ്കിൽ 90s കോളേജ് പഠിച്ചിട്ടുള്ള പയ്യന്മാർ ആണ് ഇപ്പോഴത്തെ നമ്മളെ പല ബിഷപ്പുമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ഒക്കെ തന്നെ. അവരെല്ലാം തന്നെ ഇവരുടെ ഇപ്പോഴുള്ള പല ഇടതുപക്ഷക്കാരുടെയും സമകാലികരാണ്. SFI ഒക്കെ ആ സമയത്ത് SFIൻ്റെ സുവർണ്ണ കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അന്ന് വിമോചന ദൈവശാസ്ത്രമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ ശക്തിപ്പെട്ടിരുന്നു. ഇപ്പോൾ ജോൺ ബോൾ മാപ്പാപ്പൊക്കെ തന്നെ അദ്ദേഹം വിമോചന ദൈവശാസ്ത്രകാരൻ അല്ലെങ്കിൽ ഒരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം വന്നിട്ടുള്ള റാറ്റ്സിംഗർ കുറച്ച് ആ ഒരു രീതി എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയാണെങ്കിൽ അത്തരം നിലപാടുകളാണ്, അത് ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷനാണെങ്കിൽ അത്തരം നിലപാട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ അകറ്റി നിർത്തേണ്ടല്ലെന്ന് കേരളത്തിൽ അവർ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. പ്രത്യയശാസ്ത്രമായ അത്ര വലിയ കടുംപിടുത്തല്ല എന്നൊക്കെ ഫീൽ അവർക്ക് ഉണ്ടാവുക. അത് മാത്രമല്ല, ഈ പറഞ്ഞ UDF സംവിധാനത്തിൽ ക്രിസ്ത്യൻ സഭകൾക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണെങ്കിലും ഈ 5ാം മന്ത്രി വന്നത്. അതാണ് ഇവരെ ഏറ്റവും വലിയ പ്രശ്നമായത്. കാരണം ഇതൊക്കെ നമ്മൾ ഒരു തരത്തിലുള്ള ഒരു പരസ്പരം മനസ്സിലാക്കേണ്ട പുറത്താണ്. അപ്പം 4 ആൾ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്നതിനെ കുറച്ച് കാശ് കയ്യിൽ വന്നതുകൊണ്ടോ എന്നാൽ പിന്നെ നമുക്കങ്ങ് രാജാക്കന്മാരാ എന്ന് കൂടെയുള്ളവർ വിചാരിച്ച് സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്താണ് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് വരും. അത് മരിച്ചുപോയ തങ്ങൾക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണ്. പിന്നെ ആ തങ്ങൾ കുറച്ചുകൂടി മറ്റു അംഗന്മാരെ പോലല്ല, കുറച്ച് ഇസ്ലാമിസ്റ്റാന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അതൊക്കെ ആയിരുന്നു അതിന് പിന്നിലുള്ള കാരണങ്ങൾ, പല കാരണങ്ങൾ. പിന്നുണ്ടായതെന്ന് വെച്ചാൽ അതിനുശേഷം ഉണ്ടായതാണ് ഈ പറയുന്ന ചില ക്രിസ്ത്യൻ പെൺകുട്ടികളും ചെറുപ്പക്കാരും ഇസ്ലാമിലേക്ക് മതം മാറി. ഇസ്ലാമിലേക്ക് മതം മാറാൻ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതിന് ഇവരും കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ട് സഭയിലേക്ക് എടുക്കുന്ന സമയത്ത് വേറെ നിർദ്ദേശമൊന്നുമില്ല. ഈ പറയുന്ന എന്താ പറയുക മാവോദി സംസ്കാരമൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇതല്ലല്ലോ, ഇത് IS കയറ്റിക്കൊണ്ടുപോയി ഭീകരവാദികളാക്കി മാറുന്നു. ആ പിള്ളേർ ഭീകരവാദികളായി മാറി അഫ്ഗാനിസ്ഥാനിൽ പോയി ഫൈറ്റ് ചെയ്യും. ഇതൊക്കെ സഭയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം UDF-നോടുള്ള ഒരു ശക്തമായ വിപ്രതിപത്തി ഉണ്ടായിരിക്കുന്നു. അതെല്ലാം LDF-ന് ഗുണം ചെയ്ത കാര്യമാണ്. പക്ഷേ
അങ്ങനെയൊക്കെ പോകുന്ന സമയത്തും സഭ ഒരിക്കലും ആരുടെയും പിന്നെ എന്താ പറയുക, സഭയുടെ ഒരു ചരിത്രം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആരുടെയും പോക്കറ്റ് കയറി ഇരുന്നിട്ടില്ല. സഭയുടെ എൻ്റെ ഹിസ്റ്ററി അതാണ്. ഇപ്പോൾ ഇന്നലെ ഇപ്പം മോഡിക്ക് ഈ പറയുന്ന പോലെ ക്രിസ്ത്യാനികളെ മാത്രമല്ല മുസ്ലിങ്ങളെ ക്ഷണിക്കണമെന്നുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് പ്രത്യേക വിങ്ങുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് പെരുന്നാളിനൊക്കെ നമ്മുടെ ചില നേതാക്കന്മാരെ കാണാൻ പോകാൻ പേടി? അവരെങ്ങനെ പ്രതികരിക്കാമെന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ അവരെങ്ങനെ പ്രതികരിച്ചാൽ പോലും കൂടുള്ള ആളുകൾ ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ക്രിസ്ത്യൻസ് അതല്ല. അച്ഛന്മാരിപ്പോൾ നമ്മളിപ്പോൾ അച്ഛനെ ഈ പറയുന്ന അച്ഛനെ തന്നെ 2 തെറി പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും അങ്ങോട്ട് അച്ഛൻ നമ്മളെ വിളിക്കുക, എന്താ കുഞ്ഞെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് അങ്ങനെ ചോദിക്കുള്ളൂ. വളരെ മാന്യമായി വെൽ ബിഹേവ് ചെയ്യാനായി. ആ ആകപ്പാടെ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് ഡീൻ കുര്യാക്കോസിനോട് നമ്മൾ ഇടുക്കി ബിഷപ്പ് ഉണ്ട് മാത്രം. എൻ്റെ ഒരു ഓർമ്മയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഡീൻ കുര്യാക്കോസിനോട് ഇടുക്കി ബിഷപ്പ് കൊണ്ട് വളരെ ഹാർഷായി സംസാരിക്കണം. അങ്ങനെ ഒരു ഒറ്റ അനുഭവം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം ക്രിസ്ത്യൻസിനെ മാത്രമല്ല മുസ്ലിംസിനെ അടുപ്പിക്കാനുള്ള മുസ്ലിംസ് ആണല്ലോ ഇന്ത്യയിൽ കൂടുതൽ. അവർ വളരെ സിഗ്നിഫിക്കൻ്റ്. മാത്രമല്ല ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി RSSനെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ഇമേജ് ആൻറ്റി മുസ്ലിം എന്നുള്ള ഇമേജ് മാറ്റാനും സഹായം അവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നുള്ള പേടിയാണ്. ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യം. 2, ഒരു ക്രിസ്മസ് പരിപാടി നമ്മൾ വിളിക്കാൻ പോയി നമ്മളവിടെ പരാതി പറയാൻ പോവുകയാണോ? അതല്ലല്ലോ. അവിടെ എവിടെ എങ്ങനെ എന്ത് ബിഹേവ് ചെയ്യണമെന്ന് അറിയാം. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിട്ട് പറയുകയാണ് മനുഷ്യങ്ങൾ പാർട്ടിയിലിട്ട ഷർട്ട് കൊള്ളില്ല, അത് അറിയാനുള്ള സ്ഥലമല്ലല്ലോ ഇത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേണ്ട സ്ഥലമല്ലേ? അപ്പോൾ അവിടെ അതല്ല പറയേണ്ടത്. അത് ബിഷപ്പുമാർക്ക് അറിയാം. അവരിപ്പം അവരല്ലാതെ KCBC പോലുള്ള അവരുടെ നാഷണൽ പിന്നെ സംവിധാനങ്ങളുണ്ട്. അതുമായി കൃത്യമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതേ സമയത്ത് തന്നെയാണ് ഈ ഉപദേശങ്ങൾ കൂടുതലായിട്ട് ക്രൈസ്തവ സമൂഹത്തോട് നടത്തുന്നത് CPM-ഉം ഇടതുപക്ഷവും. അതാണല്ലോ ഇന്ന് മന്ത്രിയും ആവർത്തിച്ചത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും ഇത് പറഞ്ഞു. ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് ഈ സജി ചെറിയാന്റെ പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ല, വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. ബാക്കി ആ പറഞ്ഞതിന്റെ ആ ഒരു അടിസ്ഥാന കാര്യങ്ങളിൽ, മണിപ്പൂർ സംഭവം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റമില്ല. അതായത് CPM പറയുന്നത് ഇവിടെ ക്രൈസ്തവ സമൂഹം ഒരു കാര്യം ഓർക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതും ഈ BJP-ക്കാർ ഈ വിരുന്ന് നടത്തുന്നതും ഒക്കെ അത് നിങ്ങളെ റാഞ്ചിയെടുക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ്. പക്ഷേ അത് ഈ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് എന്ന കാര്യം തിരിച്ചറിയുക എന്നാണ്. അതാണ് അച്ഛൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം അല്ലേ? നിങ്ങൾ ആരെ പഠിപ്പിക്കുന്നത്? 2000 വർഷത്തെ കണ്ടിന്യൂസ് എടുത്തുള്ള ലോകത്ത് ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സാമ്രാജ്യങ്ങളും ഭീകരമായി വേട്ടയാടിയിട്ടുള്ള എന്നാൽ അവരെ അല്ല. ഇപ്പം ഒരു മതമാണിത്. അതായത് ജീസസിനെ കുരിശിലേറ്റിയ ഈ പിന്നെ റോമക്കാർ കുരിശിലേറ്റുമ്പോൾ ജീസസ് എന്താ പറഞ്ഞത്? കർത്താവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നത്, എൻ്റെ പിതാവ് ഇവരോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അപ്പോസ്തലന്മാരെ ഒന്നായിട്ട് ഭീകരമായി വേട്ടയാടി. അവിടെയും അവർ എന്താ ചെയ്തത്? അവർ സഹനത്തിൻ്റെ വഴിയാണ്. അങ്ങനെ അവസാനം റോമൻ സാമ്രാജ്യം തന്നെ എന്ത് ചെയ്തു? ക്രൈസ്തവ സാമ്രാജ്യമായി മാറി. അതായത് തങ്ങളെ വേട്ടയാടിയോടോ എല്ലാവരോടും ക്ഷമിച്ചിട്ടുള്ള സഹനത്തിന്റെ വഴിയിലൂടെ അവരെ മാറ്റിയിട്ടുള്ള ജീസസിന് വരെ ഈ ജീസസിന്റെ ഈ ഒരു എന്താണ് സന്ദേശമാണ് നമ്മുടെ മഹാത്മാഗാന്ധിയെ വരെ സ്വാധീനിച്ചിട്ടുള്ളത്. ആ ഒരു പാതയിലൂടെയാണ് സഭ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് പിന്നെ കുരിശുദ്ധങ്ങളുണ്ട്, അത് വേറെ ചരിത്രം, പിന്നെയൊക്കെയാണ്. അപ്പോൾ ആ രീതിയിലാണ് സഭ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ അവർക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആ രീതിയിൽ തന്നെയാണ് കണ്ടത്. കാരണം സഭ ഒരിക്കലും പറയുന്നത് പിന്നെ തിരിച്ചടിക്കാനല്ല. ബൈബിൾ ഒരിക്കലും തിരിച്ചടിക്കാൻ സ്നേഹം മാത്രമേ പറയുന്നുള്ളൂ, യുദ്ധം ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ അതും സ്നേഹത്തോടെ ക്ഷമിച്ചുകൊണ്ട് അതിനെ വിജയിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ അച്ഛൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സജി ചെറിയാൻ്റെ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞത് തന്നെയാണ്, ക്ഷമിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതായത് മനുഷ്യ സഹജമല്ലേ. ഇത് ഇവരുടെ ഒരു മുഖമുദ്രയാണ്. അപ്പോൾ പിന്നെ ഇത്രയും പഴക്കമുള്ള ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് കത്തോലിക്ക സഭ. അതുപോലെ തന്നെ പിന്നെ ഈസ്റ്റേൺ ചർച്ചാണ് അതും. ഇവരൊക്കെ നിങ്ങളെ പഠിപ്പിക്കുമ്പോണ്ടല്ലോ ഈ നേഴ്സറി പിള്ളേർ പോയിട്ട് PhD-ക്കാരെ പഠിപ്പിക്കുന്ന പോലെ ആയിപ്പോൾ. ശരി, എന്നോടല്ല പറഞ്ഞത്, താങ്കൾ ശരി.